ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ടീച്ചർ എന്ന് വന്നേക്കുന്നത് നമ്മളുടെ റെയിൻ ബസേരേമേം എന്നുള്ളൊരു പാഠഭാഗം ഉണ്ട്. നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഒരു യാത്രാ വിവരണമാണ് അത്. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നേക്കുന്നത്. അപ്പോൾ റെയിൻ ബസേരേമേമിന്റെ അർത്ഥം എന്താ? റെയിൻ ബസേരേമേം എന്ന് വെച്ചാൽ രാത്രി തങ്ങാനുള്ള ഇടം അല്ലെങ്കിൽ രാത്രി തങ്ങാനുള്ള സ്ഥലം എന്നാണ് അർത്ഥം. അതാണ് റെയിൻ ബസേരേമേം. ഇതൊരു യാത്രാ വിവരണമാണ്. ആരുടെയാണ്? അമൃതലാൽ വേഗടിന്റെ യാത്രാ വിവരണം ആണ് ഇത് റെയിൻ ബസേരേമേം എന്നുള്ള ഈ ഒരു പാഠഭാഗം. ഇതില് നമ്മുടെ അമൃതലാൽ വേഗടും അതേപോലെ തന്നെ ചോട്ടു എന്നുള്ള ഒരു കഥാപാത്രം ഉണ്ട്. അമൃതലാൽ വേഗടിന്റെ സഹായകനാണ്. അവർ രണ്ടാളും കൂടിയിട്ട് ഒരു യാത്ര പോവാണ്. ആ ടൈമില് രാത്രി ഒരു സ്ഥലത്ത് മഴ പെയ്തപ്പോ റോഡൊക്കെ ആകെ ഭയങ്കര പ്രശ്നമായിട്ട് മാറി. അപ്പൊ അവർക്ക് ഒരു സ്ഥലത്ത് താമസിക്കേണ്ടതായിട്ട് വന്നു. ഒരു അമ്പലത്തിന്റെ അവിടെയാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലത്തിന്റെ അവിടെയാണ്. അവിടെ ഒരു പ്രതിഷ്ഠയൊന്നും ഇപ്പൊ സ്ഥാപിച്ചിട്ടൊന്നുമില്ല, വിഗ്രഹമൊന്നും സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇവര് താമസിക്കണേ അന്നത്തെ രാത്രി. അപ്പൊ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഇൻസിഡന്റ് ഒക്കെയാണ് ഇതിൽ പറയുന്ന ഒരു ഭ്രാന്തൻ വരുന്ന ആ ഒരു ഭാഗമൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ പാഠഭാഗം. റെയിൻ ബസേരേമേം എന്നാണ് പാഠത്തിന്റെ പേര്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റെയിൻ ബസേരെ की रात की याद में लेखक ने अपनी डायरी में क्या लिखा होगा वह डायरी लिखिए. എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ? റെയിൻ ബസേരെ की रात की याद में, അന്നത്തെ രാത്രി തങ്ങാനുള്ള ഇടം. അന്ന് അവർ രാത്രി ഒരിടത്ത് താമസിക്കേണ്ടതായിട്ട് വന്നു. അമ്പലത്തിലാണ് താമസിച്ചത്. അന്നത്തെ രാത്രി ലേഖകൻ തന്റെ ഡയറിയിൽ എന്തെല്ലാം ആയിരിക്കും എഴുതിയിട്ടുണ്ടാകുക? അന്നത്തെ ദിവസത്തെ ലേഖകന്റെ ഡയറിയാണ് ചോദിച്ചേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റും ഇതിൽ ഷോർട്ട് ആയിട്ട് വരുന്ന ഒരു ഡയറിയാണിത്. അപ്പൊ നമ്മൾ നല്ലപോലെ പഠിച്ചു വെക്കുക, യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമുക്ക് എക്സാമിന് ആരുടെ ഡയറി ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം തന്നെ ഫോർമാറ്റ് ആണ്. നമ്മൾ താരീഖ്, ഡേറ്റ് എഴുതി. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. മേരാ ജീവൻ മേം, എന്റെ ജീവിതത്തിലെ. സബ്സെ യാദ്ഗാർ ദിനോം സെ ഏക് ദ, ഒരിക്കലും മറക്കാനാകാത്ത ദിവസങ്ങളിൽ ഒന്നാണ്. ഫോർമാറ്റ് ആണ്. രണ്ടാമത്തെ വരിയിലും ഫോർമാറ്റ് തന്നെയാണ്. രണ്ടാമത്തെ വരി എന്താ? മേം ആജ് കാ ദിൻ കേസേ ഭൂൽ സക്താ ഹു, ഇന്നത്തെ ദിവസം ഞാൻ കേസേ ഭൂൽ സക്താ ഹു, എങ്ങനെയാണ് മറക്കുക? അപ്പോൾ ഇവിടം വരെ നമുക്ക് ഫോർമാറ്റ് അല്ല, ഇവിടം വരെ ഫോർമാറ്റ് ആണ് കേട്ടോ. ആജ് ഏക് ഘട്ന ഹുവ, ഇന്നൊരു ഘട്ന ഹുവ, ഇന്നൊരു സംഭവം ഉണ്ടായി. അവിടം വരെ മക്കളെ ഫോർമാറ്റ് ആണ്. ഓക്കെ, അവിടം വരെ ഫോർമാറ്റ് ആണ്. ഇനിയാണ് നമ്മളുടെ കണ്ടന്റ് വരുന്നത്. അവിടം വരെ ഫോർമാറ്റ് ആണ്, ഇനിയാണ് നമ്മളുടെ കണ്ടന്റ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. കൽ രാത് ഉസ് റെയിൻ ബസേരേമേം, കൽ രാത് ഇന്നലെ രാത്രി, ഉസ് റെയിൻ ബസേരേമേം ആ രാത്രി തങ്ങാനുള്ള ഇടത്ത്, ഹം സോത്തേ സമയ് ഞങ്ങൾ, സോത്തേ സമയ് ഉറങ്ങുന്ന സമയത്ത്, മേനെ ദേഖാ കി ഞാൻ നോക്കിയപ്പോൾ, ഏക് ആദ്മി പാസ് ലേട്ട്കർ ബഡ്ബഡാത്താ ഹേ ഒരു മനുഷ്യൻ എടുത്തു വന്നിട്ട് ബഡ്ബഡാത്താ ഹേ പിറുപിറുത്തോണ്ടിരിക്കുന്നു. ഉസ്കാ ചെഹര വികൃത രൂപ് ധാരൺ കിയാ, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ചെഹര ഫേസ് വികൃത രൂപ് ധാരൺ കർ കിയാ, എങ്ങനെയായിരുന്നു? അവന്റെ ഫേസ് വികൃത രൂപത്തിലോട്ട് മാറി, ഒരു ഭീകര രൂപത്തിലോട്ട് മാറി. ഹമാരെ സാമാൻ പിട്ടു സേ നിക്കാൽക്കർ, ഞങ്ങളുടെ സാധനങ്ങൾ പിട്ടു സേ നിക്കാൽക്കർ പെട്ടിയിൽ നിന്നും എടുത്തിട്ട്, ഫേംക് ദിയേ എറിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അജാനക് പെട്ടെന്ന്, പുസ്തകം ദേഖ്കർ ബുക്സ് കണ്ടപ്പോൾ, ഉസ്കാ വ്യവഹർ അവന്റെ പെരുമാറ്റം, ബദൽ ഗയാ മാറിപ്പോയി. മേം ശിക്ഷക സമജ്കർ ഞാനൊരു അധ്യാപകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, വഹ് മേരെ പാസ് ആക്കർ അവൻ എൻ്റെ അടുത്തോട്ട് വന്നിട്ട്, പൈർ ദബാനെ ലഗേ എന്ത് തിരുമ്പാൻ തുടങ്ങി? എൻ്റെ കാല് തിരുമ്പാനായിട്ട് തുടങ്ങി. കുച്ച് ദേർ ബാദ് കുറച്ച് സമയത്തിന് ശേഷം, മേരി മുട്ടി മേം എന്റെ മുഷ്ടിയിൽ, മുട്ടി എന്ന് വെച്ചാൽ മുഷ്ടിയാണ് കേട്ടാ, എന്റെ കൈന്റെ മുഷ്ടിയിൽ, എക്ക സിക്കാൻ എഗക്കർ ഒരു സിക്ക എന്താ മക്കളെ? നാണയമാണ് കേട്ടോ. ഒരു നാണയം വെച്ചിട്ട്, ചലാഗയ അവൻ പോയി. വഹ സച്ചമുച്ച് പാഗൽദ അവൻ സത്യത്തിൽ ആരായിരുന്നു? ഒരു പാഗൽദ ഭ്രാന്തനായിരുന്നു. കുച്ച് ദേർ ബാദ് കുറച്ച് സമയത്തിന് ശേഷം, മേരി മുട്ടി മേം അത് നമ്മൾ പറഞ്ഞു. മേം ഗുരു കാ കുച്ച് ദേർ ബാദ് ഇവിടെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞു നിർത്തിയേ. ദബാനെ ലഗ കുച്ച് ദേർ ബാദ് കുറച്ച് സമയത്തിന് ശേഷം, മേരി മുട്ടി മേം എന്റെ മുഷ്ടിയിൽ, സിക്കാരകർ ചലാഗയ സിക്ക വെച്ചിട്ട്
പോയി. വ സച്മുച്ച് പാഗൽ ദ, അദ്ദേഹം സച്മുച്ച് എന്ന് വെച്ചാൽ സത്യത്തിൽ, പാഗൽ ദ ഭ്രാന്തനായിരുന്നു. ലേക്കിൻ ഉസ്കെ മൻ മേ, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഗുരു കാ ആദർ കർനെ കി ഇച്ഛാ ഹേ, ഗുരുക്കന്മാരെ ആദരിക്കണം എന്നുള്ള ഇച്ഛാ ഹേ, ആഗ്രഹമുണ്ട്. ഉസ്നെ ദിയ സമ്മാൻ, അവൻ നൽകിയ സമ്മാൻ എന്ന് വെച്ചാൽ ആദരവാണ് കേട്ടോ. സമ്മാൻ എന്ന് വെച്ചാൽ ആദരവാണ്. അവൻ എനിക്ക് നൽകിയ ആദരവ് മുജെ അപൂർവ ഹി ലഗ, എനിക്ക് വളരെ അപൂർവമായിട്ടാണ് തോന്നിയത്. ആജ് കാ ദിൻ മേം കബീ നഹീ ഭൂൽ സക്താ ഹൂം, ഇന്നത്തെ ദിവസം ഞാൻ കബീ നഹീ ഭൂൽ സക്താ ഹൂം, ഒരിക്കലും മറക്കില്ല. ഇതാണ് നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ഡയറിയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോ കണ്ടന്റ് പഠിച്ചു വെക്കുക. എന്താണ് ഇന്നലെ രാത്രി റെയിൻ ബസേരെ മേമില് ഹം സോത്തെ സമയം, ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മീനെ ദേക്കാക്കി, ഞാൻ നോക്കിയപ്പോൾ ഏക് ആദ്മി പാസ് ലേക്കർ ബഡ്ബഡാത്താ ഹേ, ഒരു മനുഷ്യൻ അടുത്ത് വന്നിട്ട് ബഡ്ബഡാത്താ ഹേ, പിറുപിറുത്തുകൊണ്ടേയിരിക്കുന്നു. ഉസ്കാ ചെഹര വികൃത രൂപ് ധാരൺ കിയ, അദ്ദേഹത്തിന്റെ ഫേസ് വികൃത രൂപത്തിലോട്ട് മാറി. ഹമാരെ സാമാൻ പിട്ടു സേ നിക്കാൽ കർ ഫേംക് ദിയേ, ഞങ്ങളുടെ സാധനങ്ങൾ പെട്ടിയിൽ നിന്നെടുത്തിട്ട് ഫേംക് ദിയേ, എറിഞ്ഞു കളഞ്ഞു. അചാനക് പുസ്തകേ ദേഖ് കർ ഉസ്കാ വ്യവഹാർ ബദൽ ഗയാ, പെട്ടെന്ന് ബുക്സ് കണ്ടപ്പോൾ അവന്റെ പെരുമാറ്റം മാറിപ്പോയി. ഇനി എന്താ, മേ ശിക്ഷക സമജ് കർ, ഞാൻ അധ്യാപകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, വഹ് മേരെ പാസ് ആക്കർ, അവൻ എന്റെ അടുത്തോട്ട് വന്നിട്ട് പൈർ ദബാനേ ലഗ, എന്ത് തിരുമ്പാൻ തുടങ്ങി? പൈരെന്താ, കാലാണ് കേട്ടോ, കാല് തിരുമ്പാനായി തുടങ്ങി. കുച്ച് ദേർ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം, മേരി മുട്ടി മേം, എന്റെ മുഷ്ടിയിൽ ഏക് സിക്ക രഖ്കർ ചലാ ഗയാ, ഒരു നാണയം വെച്ചു കൊടുത്തിട്ട് അവൻ ചലാ ഗയാ, പോയി. സച്മുച്ച് പാഗൽ ദ, അവൻ സത്യത്തിൽ ഒരു ഭ്രാന്തനായിരുന്നു. കുച്ച് ദേർ, ഇനി എന്താ, ലേക്കിൻ പക്ഷേ, ഉസ്കെ മൻമേം, അവൻ ഭ്രാന്തനാണെങ്കിലും ഉസ്കെ മൻമേം, അവന്റെ മനസ്സിൽ ഗുരു കാ ആദർ കർനെ കി ഇച്ഛാ ഹേ, ഗുരുക്കന്മാരെ ആദരിക്കണം എന്നുള്ളൊരു ഇച്ഛാ ഹേ, ആഗ്രഹമുണ്ട്. ഉസ്നെ ദിയ സമ്മാൻ, അവൻ എനിക്ക് നൽകിയ ആദരവ് മുജെ അപൂർവ ഹി ലഗ, എനിക്ക് വളരെ അപൂർവമായാണ് തോന്നിയത്. ആജ് കാ ദിൻ മേ കബീ നഹീ ഭൂൽ സക്താ ഹൂം, ഇന്നത്തെ ദിവസം ഞാൻ കബീ നഹീ ഭൂൽ സക്താ ഹൂം, ഒരിക്കലും മറക്കില്ല. ഇതാണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. 4 മാർക്കിന്റെ ഡയറിയാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡയറിയാണ്, നന്നായിട്ട് നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. अपरिचित व्यक्ति खिजाते ही छोटू ने दरवाजे बंद करके उस पर ताला लगा दिया. അപരിചിതനായ ആ ഒരു വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ ചോട്ടു എന്ത് ചെയ്തു? ആ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് പൂട്ടി. इस प्रसंग पर छोटू और लेखक के बीच बातचीत लिखे. ഈ ഒരു ഭാഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ചോട്ടുവും ലേഖകനും തമ്മിലുള്ള കോൺവെർസേഷൻ തയ്യാറാക്കും. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് കോൺവെർസേഷൻ. ചോട്ടു പറയാണ്, ഹേ ഭഗവാൻ വഹ് ഗയാ, എന്റെ ഈശ്വര അവൻ പോയി. ഹാ യഹ് ദേഖോ മേരി മുട്ടി മേം, ഹാ ഇത് നോക്ക്, എന്റെ മുഷ്ടിയിൽ നോക്ക്. ക്യാ ഹേ, എന്താണ്? ഏക് സിക്ക, ഒരു നാണയം. ക്യോം, എന്തുകൊണ്ടാ, അല്ലെങ്കിൽ എന്തിനാ അവനത് വെച്ച് തന്നേന്നുള്ള അർത്ഥത്തിലാട്ടോ ചോദിച്ചേ. ഷായത് ഉസ്നെ ദക്ഷിണ കെ രൂപമേം ദി ഹോഗി, ഒരു പക്ഷെ അവൻ ചിലപ്പോ ഒരു ദക്ഷിണയായിട്ട് നൽകിയതാകാം. അപ്പൊ ചോട്ടു പറയാണ്, ഏ കേസെ പാഗൽപൻ ഹേ, അവൻ എന്ത് ഭ്രാന്തനാണല്ലേ, അല്ലെങ്കിൽ ഭ്രാന്തുള്ള സ്വഭാവമാണല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ലേഖക പറയാണ്, ഉസ്നെ ഹമേം ഡരായ, അവൻ നമ്മളെ പേടിപ്പിച്ചു. ചോട്ടു പറയാണ്, ഹാ ലേക്കിൻ ശിക്ഷക സുനിക്കർ വിനമ്ര ഹുവ, പക്ഷെ അധ്യാപകൻ എന്ന് കേട്ടപ്പോൾ അവൻ വിനയത്തിലോട്ട് മാറി. പെട്ടെന്ന് തന്നെ അവന്റെ ബിഹേവിയർ ചേഞ്ച് ആയിപ്പോയി. ലേഖക പറയാണ്, ഹാ മുജെ അബ് ബി വിശ്വാസഹീനാ രഹാ വഹ് ബദലാവ്, ഹാ അതെ മുജെ അബ് ബി, എനിക്ക് ഇപ്പോഴും വിശ്വാസഹീനാ രഹാ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, വഹ് ബദലാവ്, അവന്റെ ആ ഒരു മാറ്റം. ഓക്കെ, ഇതാണ് ചോട്ടുവും ലേഖകവും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. പാഗലാത്മി പോയതിനു ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യമാണ്, പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ മക്കളെ? ഒരു പാരഗ്രാഫ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നിന്ന് പട്കഥ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 പട്കഥകൾ ടീച്ചർ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് നോക്കി വെക്കാട്ടെ. എക്സാമിന് പട്കഥ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാണ്ട് പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം നമുക്ക് പട്കഥ. അന്തുമേം, അവസാനം, 2-3 കിതാബേം നിഖാലി, എത്ര ബുക്സ് പുറത്തെടുത്തു? ഒരു 2-3 ബുക്കൊക്കെ അവൻ പുറത്തെടുത്തു. കിതാബെ ഉസ്നെ ഗോൽക്കർ ദേഖി, ബുക്ക് അവൻ വലിച്ചെറിഞ്ഞില്ല, ബുക്ക് അവൻ എന്താ ചെയ്തേ? തുറന്നു നോക്കുകയാണ് ചെയ്തത്.
ഫിർ ജോം കീത്യോം, ഫിർ പിന്നീട് ജോം കീത്യോം എങ്ങനെയാണോ ആ ബുക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ വാപ്പസ് രഗതി തിരിച്ചവൻ അത് വെച്ചു ബുക്ക്. ഹമാരി ഓർ മുഡ്കർ ചോട്ടു സേ ബോല, ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട് ചോട്ടുവിന്റെ അടുത്ത് പറയാണ്. ചോട്ടുവിനോട് എന്താ പറഞ്ഞേ? വാട്ട് ഈസ് യുവർ നെയിം, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. ചോട്ടുവിനെ സഹമത് ഹുയേ കഹാ, ചോട്ടു എന്താ സമ്മതിച്ചുകൊണ്ട് അഗ്രി ചെയ്തുകൊണ്ട് പറയാണ്, മുझे അംഗ്രേസി നഹി ആത്തി, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു ചോട്ടു. മുझसे പൂച്ച, എന്നോട് ചോദിച്ചു. തും ക്യോം കർത്തെ ക്യാ കർത്തെ ഹോ, നിങ്ങൾ എന്താ ചെയ്യണേ? അമൃതലാൽ വേഗടിനോട്, നമ്മുടെ ലേഖകനോട് പാഗലാത്മ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. മേനെ കഹ, ഞാൻ പറഞ്ഞു. മേം ശിക്ഷകത, ഞാൻ അധ്യാപകനായിരുന്നു. ബച്ചോ കോ പഠാത്താ താ, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അബ് റിട്ടയർ ഹോ ഗയാ ഹൂം, ഇപ്പൊ പക്ഷെ ഞാൻ റിട്ടയർഡ് ആയി. ഞാനൊരു അധ്യാപകനായിരുന്നു, കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയി എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇതിന്റെ പട്കഥയാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കാം പട്കഥ. ദൃശ്യേക്കാണ്. സ്ഥലം എവിടെയാ മക്കളെ? മന്ദിർ മേം, അമ്പലത്തിലാണ്. സമയ് രാത് കാ സമയ്, രാത്രി സമയാണ്. കഥാപാത്രങ്ങള് ചോട്ടു, ലേഖക്, പാഗലാത്മി. നമുക്കറിയാം ഇവരുടെ വയസ്സൊന്നും ടെക്സ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, ഇവരുടെ വയസ്സ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കറിയാത്ത വയസ്സാണെങ്കിൽ നമ്മൾ കരീബ് ഇട്ടിട്ട് എക്സാമിന് എഴുതണം കേട്ടോ മക്കൾ, അത് പഠിച്ചു വെക്കുക. നമുക്കറിയാത്ത വയസ്സാണെങ്കിൽ അൺനോൺ ഏജ് എന്ന് പറയാം. നമുക്ക് അവരുടെ വയസ്സറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കരീബ് യൂസ് ചെയ്യാം. കരീബ് അല്ലെങ്കിൽ ലഘുബഗ് യൂസ് ചെയ്യുക. ടീച്ചർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കരീബാണ് കേട്ടോ. കരീബ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ മക്കളെ? ഏകദേശം, ഏകദേശ പ്രായം നമ്മൾ എഴുതുന്നു. ഏകദേശ വയസ്സ് എന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ചോട്ടുവിന്റെ ഏകദേശ വയസ്സ് എഴുതി 40 സാൽ. നമുക്ക് ലേഖകിന്റെ അറിയില്ല, കരീബിന്റെ ഇഷ്ടമുള്ള വയസ്സ് എഴുതാം. പാഗലിന്റെ വയസ്സറിയോ? അറിയില്ല, നമുക്ക് എഴുതിയിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പൊ അറിയാത്ത വയസ്സാണെങ്കിൽ ടെക്സ്റ്റിൽ ഇപ്പൊ കേശവിന്റെ വയസ്സ് ചോദിച്ചാൽ നമുക്കറിയാം കേശവിന് 8 വയസ്സാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതേപോലെ ഏത് ചാപ്റ്ററിൽ വയസ്സുണ്ടോ ആ വയസ്സ് എഴുതണം. ഈ ചാപ്റ്ററിൽ വയസ്സ് സ്പെസിഫൈ ചെയ്ത് പറയാത്ത സ്ഥിതിക്ക് നമുക്ക് കരീബിടിട്ട് നമുക്ക് ഇഷ്ടമുള്ള വയസ്സ് നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് എന്താ? അടുത്തത് വേഷഭൂഷയാണ്. ചോട്ടുവിന്റെ വേഷഭൂഷ കുർത്ത ഓർ പത്തലൻ, കുർത്തയും പാൻറ്റും ആണ്. ഇനി ലേഖക് കുർത്ത ഓർ ധോത്തി, കുർത്തയും മുണ്ടുമാണ്. ഇനി പാഗലാത്മി കുർത്ത ഓർ ധോത്തി, അല്ലെങ്കിൽ നമുക്ക് സാധാരണ വേഷ്മയം എന്നൊക്കെ എഴുതാം. ഇനി ദൃശ്യ വിവരണം എന്താ നോക്കാം. രാത് കെ സമയ്, രാത്രി സമയത്ത് മന്ദിർ മേം, അമ്പലത്തിൽ ലേഖക് ചോട്ടു ഓർ പാഗലാത്മി ബാത് കർ രഹേ ഹേ, ആരൊക്കെ സംസാരിക്കുന്നു? ലേഖകനും ചോട്ടുവും പാഗലാത്മിയും ബാത് കർ രഹേ ഹേ, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളുടെ ദൃശ്യവിവരണമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇനി സംവാദമാണ്. സംവാദം എന്താ? കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ നമുക്കൊന്ന് നോക്കാം. ചോട്ടു ചോദിക്കുകയാണ്, ക്യാ ബാത് ഹേ, എന്താ കാര്യം ചോദിച്ചു. പാഗലാത്മി പറയാണ്, വാട്ട് ഈസ് യുവർ നെയിം, നിന്റെ പേരെന്താ എന്ന് ചോദിച്ചു. അപ്പൊ ചോട്ടു പറയാണ്, മുझे അംഗ്രേസി നഹി ആത്തി, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു. പാഗലാത്മി പറയാണ്, തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താ ചെയ്യണേ? ലേഖകിന്റെ അടുത്താ ചോദിക്കണേ. ലേഖകൻ എന്താ പറഞ്ഞേ? മേം ശിക്ഷകത, ഞാൻ അധ്യാപകനായിരുന്നു. അബ് റിട്ടയർ ഹോ ഗയാ താ, ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയി. പാഗലാത്മി പറയാണ്, ആ ടീക്കെ, ഓക്കെ എന്ന് പറഞ്ഞു. ദൃശ്യ സമാപ്ത, അല്ലെങ്കിൽ നമുക്ക് കട്ട് എഴുതാം. ഓക്കെ, ദൃശ്യ സമാപ്ത, ഒരു സീൻ അവസാനിച്ചു. നമ്മൾ പട്കഥയുടെ ഒരു ദൃശ്യമാണ് എഴുതിയത്. ആ ദൃശ്യം അവസാനിച്ചപ്പോൾ നമ്മൾ കട്ട് അല്ലെങ്കിൽ ദൃശ്യ സമാപ്തി എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പട്കഥ. ഇനി നമുക്ക് നെക്സ്റ്റ് പട്കഥ നോക്കാം. സെക്കൻഡ് പട്കഥയാണ് കേട്ടോ. പഡോസ് കെ യുവക് സേ കഹ, ഇത് നമ്മളുടെ കഴിഞ്ഞ ഏത് എക്സാമിനാണ്? നമ്മളുടെ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. 2026 നടന്ന SSLC മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. നോക്കാം നമുക്ക്. പഡോസ് കെ യുവക് സേ കഹ, അയൽപക്കത്തുള്ള യുവാവിനോട് പറയാണ്, രാത് കോ ഏക് പാഗൽ നെ ഹമേ ബഹുത് പരേഷാൻ കിയ, എന്താ പറഞ്ഞേ? രാത്രി ഒരു ഭ്രാന്തൻ ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചു. ഗണ്ടേ തേഡ് ഗണ്ടേ തക്, 1.5 മണിക്കൂറോളം. ഹമേം ഡരാത്ത ദംകാത്ത രഹ, ഞങ്ങളെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വാ ഹമേം പീറ്റ് ബി സക്താദ, അവന് ഞങ്ങളെ വേണമെങ്കിൽ അടിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ പട്കഥയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. പട്കഥയാണ്. ദൃശ്യൊക്കെ എഴുതി. സ്ഥാനം എവിടെയാ? മന്ദിർ കെ ബാഹർ കാ ആംഖൻ, അമ്പലത്തിന്റെ പുറത്തുള്ള മുറ്റത്താണ്. ഇനി സമയം എപ്പോഴാ? സുബഹ എത്ര? നമുക്കൊരു 7 ബജെ എഴുതി കൊടുത്തു. ഇനി പാത്രാരൊക്കെ? ലേഖകിന്റെ വയസ്സ് ലഘുബഗ്, നമുക്ക് ഇഷ്ടമുള്ള വയസ്സ്. നേരത്തെ നമ്മൾ കരീബ യൂസ് ചെയ്തേ, ഇപ്പൊ നമ്മൾ ലഘുബഗ്, ഏകദേശം നമുക്ക് ഇഷ്ടമുള്ള വയസ്സ് എഴുതി. അതിനാളുടെ വേഷഭൂഷ കുർത്ത ഓർ ധോത്തി, സെയിം തന്നെയാണ് കേട്ടോ. ചോട്ടുവിന്റെ വയസ്സ് നമ്മൾ എഴുതി. അതേപോലെ ബനിയൻ ഓർ ധോത്തി പഹ്നാ ഹേ, നേരത്തെ നമ്മൾ എന്താ എഴുതിയേ? കുർത്ത ഓർ പത്ലൂൻ എഴുതി. ഇവിടെ ബനിയൻ ഓർ ധോത്തി, വാട്ടെവർ ഏതായാലും കുഴപ്പമില്ല. ഇനി യുവകിന്റെ ഉമ്ര
35 നമ്മൾ എഴുതിയത്, കുർത്ത ഓർ ധോത്തിയാണ് എഴുതിയത്. ഇതെങ്ങനെ വന്നാലും കുഴപ്പമില്ല, ടെക്സ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ രീതിയിൽ എഴുതാം. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ എഴുതാൻ പറ്റും. ഇനി ദൃശ്യവിവരണം എന്താ? ഹൽക്കി ധൂപ്പ് ഫൈലി ഹേ, ചെറിയൊരു വെയില് ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട്. ലേഖകോർ ചോട്ടു ദക്കേ ഹുയേ, ലേഖകവും ചോട്ടുവും ദക്കേ ഹുയേ എന്ന് വെച്ചാൽ ക്ഷീണിച്ചവശരായ, ചെഹരെ കെ സാത്ത്, ആ ഒരു ഫേസ്, അവരുടെ ഫേസ് എങ്ങനെയായിരിക്കണം, ഇന്നലെ രാത്രി ഉറങ്ങാണ്ട് ഭയങ്കര ക്ഷീണിച്ച അവശയായിട്ട് ഇരിക്കുകയാണ് ലേഖകവും ചോട്ടും. അങ്ങനെ ആ ഫേസ് കൊണ്ട് ബാഹർ നിക്കൽത്തെ, പുറത്തേക്ക് കടന്നു, അവര് പുറത്തേക്ക് ഇറങ്ങി. ലേഖക് ഹാത്ത് മേ പിട്ടു പക്കടേ ഹുയേ ഹേ, ലേഖക് കയ്യിൽ എന്ത് പിടിച്ചിട്ടുണ്ട്? ഒരു ബാഗ് പിടിച്ചിട്ടുണ്ട്. തബി പാസ് കെ ഘർ സേ ഏക് യുവക് ആത്താ ഹേ, അപ്പോൾ അയൽപക്കത്തുള്ള വീട്ടിൽ നിന്ന് ഒരു യുവാവ് കടന്നു വരുന്നു. ഇതാണ് നമ്മൾ ദൃശ്യവിവരണമായിട്ട് എഴുതിയത്. ഓക്കെ, ദൃശ്യവിവരണം എഴുതി. ഇനി നെക്സ്റ്റ് എന്താ മക്കളെ? അടുത്തത് നോക്കുക. അടുത്തത് സംവാദമാണ്. സംവാദം എന്താ മക്കളെ? സംവാദം എന്താ മക്കളെ? കോൺവെർസേഷൻ ആണ് കേട്ടോ. കോൺവെർസേഷൻ നമുക്ക് നോക്കാം. എന്താ നോക്കിയേ? ലേഖക് പറയാണ്, രാത് കോ ഏക് പാഗൽ ने हमें बहुत परेशान किया, ഇന്നലെ രാത്രി ഒരു ഭ്രാന്തൻ ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞു. യുവക് പറയാണ്, സാഹബ് യേ മേരെ പിതാ ഹേ, സാഹബ് എന്ന് പറയുമ്പോൾ സാറേ എന്നൊക്കെയുള്ള അർത്ഥമാണ്, അതെന്റെ അച്ഛനാണെന്ന് പറഞ്ഞു. കബി കബി ഉനെ പാഗൽപൻ കാ ദൗര പട് ജാത്താ ഹേ, ഇടയ്ക്കിടയ്ക്കൊക്കെ അവൻ എന്നല്ല അദ്ദേഹം പാഗൽപൻ കാ ദൗര പട് ജാത്താ ഹേ, ഭ്രാന്തനെ പോലെ പെരുമാറാറുണ്ട്. ചോട്ടു പറയാണ്, ഹമേൻ തോ പത്താ ഹി നഹീ താ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ലേഖക പറയാണ്, ലേക്കിൻ തും ഹമാരി മദദ് കേ ലിയേ ആയേ ക്യോം നഹി, പക്ഷെ നീ എന്തേ ഞങ്ങളെ സഹായിക്കാനായിട്ട് ആയേ ക്യോം നഹി, വരാതിരുന്നത് എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു. അപ്പൊ യുവക് പറയാ, മേം തോ ഗേത്ത് പർ സോയാദാ സാഹബ്, ഞാൻ വയലിൽ കിടന്നുറങ്ങുകയായിരുന്നു സാഹബ് എന്ന് പറഞ്ഞു. സോയാബീൻ കട്ട് രഹാ ഹേ, അവിടെ എന്ത് ചെയ്യായിരുന്നു? സോയാബീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലിയേ കുച്ച് സുൻ നഹി പായ, അതുകൊണ്ട് തന്നെ ഞാനൊന്നും കേട്ടൂല്ല എന്ന് പറഞ്ഞു. ലേഖക് പറയാണ്, അച്ഛ നന്നായി. യുവക് പറയാണ്, അഭി വേ ചബൂത്തരേ പർ ഹേ, ഇപ്പൊ അദ്ദേഹം എവിടെയാ? പ്ലാറ്റ്ഫോമിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോട്ടു സാമാൻ ഉഡാർക്കർ എന്ന് വെച്ചാൽ അവര് പോവാണ് തിരിച്ച്. അപ്പൊ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചോട്ടു പറയാണ്, ചലോ സാഹബ് അബ് ആകെ ബഡ്തേ ഹേ, നമുക്ക് മുന്നോട്ട് പോവാ എന്ന് പറഞ്ഞു. ഇനി ലേഖക് ധീമേ ആവാസ്മേ, പതിഞ്ഞ ശബ്ദത്തിൽ പറയാണ്, ഹാ ചലോ, നമുക്ക് പോകാം. ലാസ്റ്റ് നമ്മൾ കട്ട് എഴുതി അവസാനിപ്പിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചേക്കുന്നതാണ് കേട്ടോ മക്കളെ. നോക്കുക, ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, പട്കഥയാണ് ക്വസ്റ്റ്യൻ. പാരഗ്രാഫ് ഏതാ? ഹം വഹാം സേ നിക്കലേ തോ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വഹ വഹാം ഗഡാമില, അവൻ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. ഹംനെ ഉസ്കെ ഓർ ധ്യാൻ നഹീ ദിയാ, ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചില്ല. തബി അപ്പോഴേക്കും നീച്ചെ ഉതർക്കർ, താഴോട്ട് ഇറങ്ങിയിട്ട് ഘുട്ടനോം കെ ബൽ ജൂക്കർ, കാൽമുട്ടിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് ഉസ്നെ മേരി പൗച്ചിയെ, അദ്ദേഹന്റെ പാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലുകള് തൊട്ടു. ഗുരുദേവ്, എന്നിട്ട് ഭ്രാന്തൻ പറയാണ്, ഗുരുദേവ് ബഹൂത്ത് ശർമിതാഹും, വളരെ നാണക്കേട് തോന്നുന്നുണ്ട്. ക്യാ കർത്ത, എന്ത് ചെയ്യാനാ? ദൗരാ ജോ പടാതാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഉസ്കെ ചെഹരെ പർ പച്താവാദ, അദ്ദേഹത്തിന്റെ ഫേസിൽ എന്തുണ്ടായിരുന്നു? പശ്ചാത്താപം ഉണ്ടായിരുന്നു. ആംഖോ മേ മാംസു, കണ്ണുകളിലെ കണ്ണുനീരുണ്ടായിരുന്നു. മേനെ കഹ, ഞാൻ പറഞ്ഞു, ബായി തും നഹി ജാൻതേ കി, നിങ്ങൾക്കറിയില്ല സഹോദരാ, തുമ്നെ ഗുരുവോം കാ, നിങ്ങള് ഗുരുക്കന്മാരെ കിത്തനാ മാൻ ബഡായാ ഹേ, എത്ര മുകളിലാണ് നിങ്ങളെ ബഹുമാനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. കിസിയേക്ക് ഗുരു കാ നഹി, കേവലം ഒരു ഗുരുവിനെ മാത്രമല്ല, തമാം ഗുരുവോം കാ, എല്ലാ ഗുരുക്കന്മാരെയും നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങൾ ആ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ അത്രത്തോളം മുകളിലാണെന്ന് പറഞ്ഞു നമ്മളുടെ ശിക്ഷക് അമൃതലാൽ വേഗഡ് പറഞ്ഞു. ഇതാണ് നമ്മളുടെ പാരഗ്രാഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ലാസ്റ്റ് പറയുന്ന ഭാഗം കേട്ടോ. അതിന്റെ പട്കഥ ഒന്ന് നോക്കാം നമുക്ക്. ദൃശ്യമൊക്കെ എഴുതി, സ്ഥാൻ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ സ്ഥാൻ ചബൂത്തരേമേ, പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ചബൂത്തര എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം. സമയ് സുബഹ് 9 ബജെ, പാത്ര അരയ്ക്ക ലേഖക് അമൃതലാൽ വേഗഡും ചോട്ടുവും പിന്നെ പാഗലുണ്ട്, 3 ആൾക്കാരുണ്ട്. നെക്സ്റ്റ് വൺ, പാത്രോം കി ഉമ്ര നോക്കുക, ലേഖകിന് ഏകദേശ വയസ്സ്, ചോട്ടുവിന്റെ വയസ്സ് എഴുതി, പാഗലാത്മിയുടെ വയസ്സ് എഴുതി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ, ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് പറയണില്ല, അത് തന്നെയാണ്. വേഷ്, പൈജാമ ഓർ കുർത്ത ഓർ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. ഇനി ദൃശ്യവിവരൻ
चबूतरे के पास पहुंचते ही पागल आदमी चबूतरे से नीचे उतरकर लेखक के पास आता है. എന്താണ് അർത്ഥം? ചബൂത്തരെ കെ പാസ് പഹുഞ്ചത്തെ ഹി പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാഗലാത്മി ചബൂത്തരേസെ പാഗലാത്മി പ്ലാറ്റ്ഫോമിൽ നിന്നും നീച്ചെ ഉതർക്കർ താഴോട്ടിറങ്ങിയിട്ട് ലേഖക് കെ പാസ് ആത്താ ഹെ ലേഖകിന്റെ അടുത്തോട്ട് വരുന്നു. ഇതാണ് ദൃശ്യവിവരണം. പിന്നെ നെക്സ്റ്റ് സംവാദമാണ് അവരവിടെ സംസാരിക്കുന്ന കാര്യം. നമുക്ക് നോക്കാം, സംവാദം നോക്കാം. പാഗലാത്മി ഗുരുദേവ് ക്ഷമാ ദീജിയേ, ക്ഷമിക്കണം. മേരി പൗസേ ഉടോ, ലേഖക പറയണം എന്റെ കാലുകളിൽ നിന്ന് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. പാഗലാത്മി മേം ക്യാ കർത്താ ദൗരാജോ പടാതാ, ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ലേഖക് പറയാണ് സമജ് ഗയാ, മനസ്സിലായി എനിക്ക് എന്ന് പറഞ്ഞു. പാഗൽ പറയാണ് ബഹുത് ശർമിദാഹും, വളരെ നാണക്കേട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ലേഖക് പറയാ ഭായി തുമ്നെ ഗുരുവോം കാ കിത്നാ മാൻ ബഡായാ ഹേ, നിങ്ങൾ ഗുരുക്കന്മാരെ എത്രത്തോളം മുകളിലാണ് കാണുന്നത് എന്ന് പറഞ്ഞു. പാഗൽ ക്യാ, എന്താ ചോദിച്ചു ലേഖക്. ടീക്കെ ശരിയാണ്, തുമാര ഗുരുഭക്തി ബഹുത് ബഡാ ഹേ, നിങ്ങളുടെ ഗുരുഭക്തി ഗുരുക്കന്മാരോടുള്ള ആ ഒരു ഭക്തി അല്ലെങ്കിൽ ആ ഒരു ആദരവ് എന്നുള്ളത്, ബഹുമാനിക്കണം എന്നുള്ളൊരു തോന്നല് എന്താണ്, ബഹുത് ബഡാ ഹേ, വളരെ വലുതാണെന്ന് പറഞ്ഞു. പാഗൽ പറയാണ് ധന്യവാദ് ജി, താങ്ക് യു പറയാണ്. ദൃശ്യസമാപ്ത അല്ലെങ്കിൽ കട്ടെഴുതി അവസാനിപ്പിച്ചു. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പട്കഥ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ലാസ്റ്റ് സിറ്റുവേഷൻ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പട്കഥ നോക്കാം. ഇത്രയാണ് നമുക്ക് പട്കഥകൾ പഠിക്കാനുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കാം. शिक्षक दिवस में आपके स्कूल में प्रदर्शित करने के लिए एक പോസ്റ്റർ തയ്യാർ കരേ. ശിക്ഷക ദിവസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ഷണിക്കേണ്ട പോസ്റ്റർ അല്ല കേട്ടോ, മെസ്സേജ് കൊടുക്കേണ്ട പോസ്റ്ററാണ്. അല്ലെങ്കിൽ സന്ദേശ് ദേനേവാലി പോസ്റ്റർ എന്ന് പറഞ്ഞ എക്സാമിന് ചോദിക്കാം. സന്ദേശ് ദേനേവാലി പോസ്റ്റർ. ശിക്ഷക് ദിവസ് കി ഹാർദിക് ശുഭകാമനായേ, എന്താണ് ശിക്ഷക് ദിവസിന്റെ എന്താണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ വിഷസ് പറയുന്ന ഒരു പോസ്റ്ററാണിത്. ഓക്കെ, ശുഭകാമനായേ. ഇനി എന്താണ് നമ്മൾ ബർത്ത്ഡേ വിഷ് ഒക്കെ പറയുമ്പോൾ യൂസ് ചെയ്യണം അതേ വേർഡാണ് ശുഭകാമനായേ എന്നുള്ളത് കേട്ടോ. ഹാപ്പി ശിക്ഷക് ദിവസ് എന്നുള്ള മീനിങ് ആണ്. ഹെഡിങ് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ കുറച്ച് പോയിന്റുകൾ എഴുതുക, പടം വരയ്ക്കുകയാണ് എക്സാമിന് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബോർഡും ടീച്ചറെയോ ബുക്കോ കുട്ടികളെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്ക് കിട്ടും. शिक्षक हमारा जीवन में मार्गदर्शक और प्रेरणा का സ്രോത് ഹോത്താ ഹേ. ശിക്ഷക് അധ്യാപകൻ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ മാർഗദർശക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു റോൾ മോഡലാണ്. നമ്മൾ മുന്നോട്ട് കറക്റ്റായ വഴിയിലൂടെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അധ്യാപകൻ എന്നുള്ളത്. പിന്നെ പ്രേരണ കാ സ്രോത് ഹേ, നമ്മളെ പ്രേരിപ്പിക്കുന്ന, പ്രേരണ നൽകുന്ന, നമുക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു സ്രോതസ്സാണ് നമ്മൾ ശിക്ഷക് അധ്യാപകൻ എന്ന് പറയുന്നത്. ദേശ് കെ സഭി ഗുരുവും കാ ശത് ശത് പ്രണാം, എന്താണ് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ അധ്യാപകർക്കും എൻ്റെ 1000 പ്രണാം പറയാണ്. ഗുരു ബിന ഞാൻ നഹി, ഗുരു ഇല്ലെങ്കിൽ ജ്ഞാനമില്ല. ഞാൻ ബിന ജീവൻ നഹി, ജ്ഞാനമില്ലാതെ ജീവിതമില്ല. ഇങ്ങനത്തെ പോയിന്റ് ആണ് നമ്മൾ മെസ്സേജ് കൊടുക്കേണ്ട പോസ്റ്ററിൽ എഴുതി കൊടുക്കേണ്ട. നിർബന്ധമായിട്ടും ഒരു പിക്ചർ, ഇതേപോലെയുള്ള ഒരു പിക്ചർ നിങ്ങൾ വരച്ചു കൊടുക്കാം. ഇനി ഒരു പോസ്റ്ററും കൂടി നമുക്ക് അതിൽ നിന്ന് പഠിക്കണം. ഏത് പോസ്റ്ററാണ്? നമ്മളെ ക്ഷണിക്കേണ്ട പോസ്റ്ററാണ് കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക മക്കള്. सितंबर 5 अध्यापक दिवस है. इस अवसर पर आपके स्कूल में शिक्षक दिवस समारोह का आयोजन किया गया है. അപ്പൊ നമ്മളുടെ സ്കൂളിലെ ശിക്ഷക് ദിവസിന്റെ ഒരു പരിപാടി അവർ ആഘോഷിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ. ഇതാണ് ഇൻവിറ്റേഷൻ പോസ്റ്റർ, ഇൻവൈറ്റ് ചെയ്യുന്ന പോസ്റ്റർ ആണ് കേട്ടോ. നോക്കുക, ശിക്ഷക് ദിവസ് സമാരോഹ് 2025 ആണ്. 26 നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. സിതംബർ 5 ആണ്. സുബഹ് 10 ബജെ. വിശേഷ് കാര്യക്രം എന്ന് വെച്ചാൽ വിശേഷമായിട്ടുള്ള പരിപാടികളാണ്. എന്തൊക്കെയാണ്? ഗീത് ആലാപ്, പിന്നെ ഗീത് ആലാപ് പാട്ട് ആലാപിക്കല്, പിന്നെ സന്തോഷ് കാർഡ് നിർമ്മാണം, നമ്മൾ കാർഡ് കൊടുക്കില്ലേ, അതിന്റെ വിശ്വസമുള്ള കാർഡുകൾ നമ്മൾ കൊടുക്കണം, അതിന്റെ നിർമ്മാണം. പിന്നെന്താണ്? പ്രഭാഷണം, പ്രസംഗം, സ്പീച്ച് ഉണ്ട്. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. ABC സ്കൂൾ, ഏതെങ്കിലും സ്കൂൾ എഴുതി കൊടുക്കട്ടെ, അല്ലെങ്കിൽ മേ ബി നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? സർക്കാരി ഹൈസ്കൂൾ എന്നൊക്കെ എഴുതാം. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 പോസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. റെയിൻ ബസേരേമയും നമ്മളുടെ 3ാമത്തെ ചാപ്റ്ററാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിച്ചു വെക്കാം. ഓക്കെ, എക്സാമിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്